കാസർഗോഡ് മണ്ഡലം LDF, UDF, BJP മത്സരം വലിയ രീതിയിൽ കൊഴുത്തിങ്ങനെ മുന്നോട്ട് പോകുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് വലിയ രീതിയിലുള്ള ഗീർവാണങ്ങളും പ്രചാരണങ്ങളും നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാസർഗോഡിനെ സംബന്ധിച്ചോളം UDF, LDF പ്രവർത്തകന്മാർ തമ്മിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ. പക്ഷേ ഇതിൽ എനിക്ക് ഏറെ ചിരി വരുന്നത് UDFന്റെ സൈബർ ഇടങ്ങളിലെ പോരാളികൾ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളാണ്. കലക്ടറുമായി ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് പ്രതിഫലിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഭരണപക്ഷത്താണെങ്കിൽ വികസന കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട പല വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക, അത് ചൂണ്ടിക്കാണിക്കുക, അതിന്റെ പോരായ്മകൾ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. മറുവശത്ത് പ്രതിപക്ഷത്താണെങ്കിൽ വികസനം ഭരണപക്ഷത്തിരിക്കുന്ന ആ ഭരണകർത്താക്കൾ അല്ലെങ്കിൽ ആ സ്ഥലത്ത് MLA വികസനം ചെയ്തിട്ടില്ല എങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ ജനങ്ങളോട് പറയുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം വലിയൊരു വിഷയം. അതൊക്കെ തന്നെയാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നതും നിഷ്പക്ഷപാതികളായ ആളുകൾ വോട്ട് ചെയ്യുന്നതും അത്തരം കാര്യങ്ങൾ നോക്കിയാണ്. പക്ഷേ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ സ്ഥാനാർത്ഥിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞെന്തൊക്കെയാണ്? കലക്ടർ മൈനാജിയെ കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർക്ക് മറ്റൊന്നും പറയാനില്ല. കാരണം വികസനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽക്കുന്ന തരം മുസ്ലിം ലീഗ് തന്നെ കഴിഞ്ഞ 45-50 വർഷത്തോളമായി ഇവിടെ MLA ആയിട്ടുണ്ടായത് മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ വികസനം ഇല്ല എന്ന് പറയാൻ അവർക്ക് ഒരിക്കലും പറ്റുന്നില്ല. സംസ്ഥാന സർക്കാരിനോട് അവർക്ക് വിമർശനമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാസർഗോഡ് മണ്ഡലത്തിൽ നടക്കുന്നതാകുമ്പോൾ സംസ്ഥാന സർക്കാരിന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമല്ലോ. ഇവിടുത്തെ MLA എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം മുന്നിൽ വരുന്നതുകൊണ്ട് വികസനമില്ല എന്ന് പറയാൻ UDFന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിക്കും. പകരം അവർ എന്തൊക്കെയാണ് പറയുന്നത്? സ്ഥാനാർത്ഥിന്റെ പോലീസുകൾ പറയുന്നത് എന്താ? കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി മുസ്ലിം ലീഗിന് ആയ കാലത്ത് മുസ്ലിം ലീഗ് ഓഫീസ് കെട്ടാൻ കോടികൾ ചെലവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലം സൗജന്യമായിട്ട് മുസ്ലിം ലീഗിന് നൽകിയിട്ടുണ്ട്. ഇതൊക്കെയാണ് വിഷയം. മുസ്ലിം ലീഗിന് കോടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുസ്ലിം ലീഗിന് ഓഫീസ് കെട്ടാൻ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഇന്നത്തെ സ്ഥാനാർത്ഥിയും MLA-യുമായിട്ട് എന്ത് ബന്ധം? ഒരു തരത്തിലുള്ള ബന്ധമില്ല. മറ്റൊന്നാ പുതിയൊരു കണ്ടുപിടുത്തം. കല്ലട്ടർ മാഹിൻ അത് പഴയ ഫാസ്റ്റ് ബോളറായിരുന്നു. ക്രിക്കറ്റിലെ നല്ലൊരു കളിക്കാരനും വലിയൊരു ഫാസ്റ്റ് ബോളറായിരുന്നു. ഇത് ജനങ്ങളോട് വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്ന കാര്യം. ഫാസ്റ്റ് ബോളറായിരുന്ന കല്ലട്ടർ മൈനാജിക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് ആയ കാലത്ത് മുസ്ലിം ലീഗിന് വലിയ തോതിൽ സഹായിച്ചിരുന്നു കല്ലട്ടർ മൈനാജിയുടെ പിതാവ് അബ്ദുൽ ഖാദർ ഹാജി. അതുകൊണ്ട് തന്നെയാണ് വോട്ട് മൈനാജിക്ക് കൊടുക്കുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്ന കൊടുക്കും. മറ്റൊന്ന് അനാഥാലയങ്ങളിൽ ഒരുപാട് അനാഥാലയങ്ങൾ വീട്ടിൽ ഭക്ഷണം നൽകുന്നുണ്ട്, പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയവുമായിട്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ. കാരണം യഥാർത്ഥത്തിൽ എന്താ? വികസനമില്ല എന്ന് പറയാൻ ഇവർക്ക് മടിയല്ല, അത് യാഥാർത്ഥ്യമാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ വികസനം ഉണ്ടായിട്ടില്ല. ആ വികസനം ഇല്ലാത്തത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം അത് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ തവണ വരെ എന്നെ നിൽക്കുന്ന MLA UDFന്റെ MLA ആയിരുന്നു കഴിഞ്ഞ 3 തവണ. അതിന് മുമ്പും 35 വർഷക്കാലം കാസർഗോഡ് സീറ്റ് അഹമ്മദ് ഉണ്ടായപ്പോഴും ഭരിച്ചിരുന്നത് UDF തന്നെയാണ്. ഇപ്പൊ കാസർഗോഡ് മണ്ഡലത്തിൽ വികസനമില്ല എന്ന് മാത്രം കാസർഗോഡ് മണ്ഡലത്തിൽ പറയാൻ UDFന്റെ പ്രവർത്തകർക്ക് സാധിക്കുന്നത്. സംസ്ഥാനം ഒട്ടും വികസനമില്ല എന്നാണ് പറയുന്നത്. ഇല്ലാത്ത വികസനം എന്താണെന്ന് വെച്ചാൽ ഉത്തരമില്ല, അത് വേറെ വിഷയം. പക്ഷേ കാസർഗോഡ് മണ്ഡലത്തിൽ വികസനമില്ല എന്ന് പറയാൻ UDFന് സാധിക്കുന്നില്ല. കാരണം മണ്ഡലത്തിൽ ഇത്രയും കാലം MLA ആയിരുന്നത് UDFന്റെ MLA ആയതുകൊണ്ട് ആ വികസനം ഇല്ലാത്തത് പറയാൻ അവർക്ക് പറ്റുന്നില്ല. പകരം മുസ്ലിം ലീഗ് ഓഫീസ് കെട്ടാൻ ഫണ്ട് കൊടുത്തതും മുസ്ലിം ലീഗിന് ജാഥ വിളിക്കാൻ പൈസ കൊടുത്ത പോലീസുകൾ പറഞ്ഞാൽ മുന്നോട്ട് പോകും. യഥാർത്ഥത്തിൽ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം വികസനമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ വികസനമില്ലായ്മ ചൂണ്ടിക്കാണിച്ചു. ഏതൊക്കെ തരത്തിലുള്ള വികസനം കാസർഗോഡ് നടപ്പിലാക്കിയിട്ടില്ല, എന്തൊക്കെ കാഴ്ചപ്പാടാണ് വികസനം സംബന്ധിച്ചിടത്തോളം, വികസനം ഏതൊക്കെ രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കാഴ്ചപ്പാടുമായിട്ടാണ് ഷാനവാസ് പാദു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷാനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ LDFന്റെ പ്രവർത്തകന്മാർക്ക് LDFന്റെ സ്ഥാനത്ത് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള വികസനം കാസർഗോഡ് കൊണ്ടുവരണം. ഇവിടെ നിയമനായി